இந்த ட்ரீட்மெண்ட்டில் സർജറി അതില്ല. നോ സർജറി, നോ ബൈപ്പാസ്, നോ സ്റ്റെൻറ്റ്. നമ്മളിന്ന് കോയമ്പത്തൂരൊക്കെ ഒരു യാത്ര പുറപ്പെടുകയാണ്. ആബിൻ്റെ ഏട്ടൻ അവിടെ അഡ്മിറ്റാണ്. അപ്പോൾ ഓരെ കാണാൻ വേണ്ടി ഞാനും ആബിയും ആബിൻ്റെ ഉമ്മയും കൂടി പോവുകയെന്ന്. കുട്ടികളൊന്നും കൂട്ടിയിട്ടില്ല, നമ്മൾ മൂന്നാളും മാത്രമേ ഉള്ളൂ. കാരണം കുട്ടികൾക്കൊക്കെ എക്സാമാണ്. അപ്പോൾ സ്കൂളൊന്നും ലീവാക്കിയാൽ ശരിയാവില്ല, അതുകൊണ്ട് കുട്ടികളെ കൂട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഫൈനലി കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അന്വേഷിച്ചപ്പം റെഡ് ടാക്സി ബുക്ക് ചെയ്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ റെഡ് ടാക്സിൻ്റെ ബൂത്ത് കണ്ടിച്ച് അവിടെ നിന്ന് ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് പോയത്. നിങ്ങൾ ആരെങ്കിലും കോയമ്പത്തൂർ പോകുന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഈ റെഡ് ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ PGS ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ എത്തുമ്പോഴേക്ക് നമ്മളെയും വെയിറ്റ് ചെയ്തിട്ട് അവൻ്റെ ഏട്ടനും വൈഫും ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിനി. മാഷാ അല്ലാ, ഓറെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. ഇത്രയും നല്ല ആക്റ്റീവായിട്ട് നടന്നു പോകുന്ന ഇവരിങ്ങനെയല്ല ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഇവർ വന്നത് വളരെ അവശനായ ഒരു നിലയിലായിരുന്നു ഇവിടെ എത്തിയത്. അപ്പോൾ പിന്നെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും ഇവിടുത്തെ ചികിത്സാ രീതിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. അങ്ങനെ അവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മളവിടെ റിസപ്ഷനിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഈ ഹോസ്പിറ്റലിലെ മെയിൻ പ്രത്യേകത എന്താണെന്നറിയോ? റിസപ്ഷൻ കൗണ്ടറിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട്. റിസപ്ഷൻ ഹാളിൽ ഒരു വലിയ ഫിഷ് ടാങ്ക് ഉണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്യാമായിരുന്നു നമ്മൾ പോയ ദിവസം. പിന്നെ ഡോക്ടർ റൂമിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഫിഷ് ടാങ്ക് ഉണ്ട്. എവിടെ പോയാലും ഫിഷ് ടാങ്ക് ഉള്ളൂ ഈ ഹോസ്പിറ്റൽ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യുന്നത് നോക്കി കുറച്ച് ടൈം അങ്ങനെ ഇരുന്ന് തലേന്ന് ചൊവ്വാഴ്ച ഇവിടെ വന്നു ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ചെയ്യാമെന്ന്. കുഴപ്പമൊന്നും ചെയ്യാം എന്ന് പറഞ്ഞു. ഓരോ എക്സ്പീരിയൻസ് ഒക്കെ അവിടെ വന്ന വേറെ പേഷ്യൻസൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും അപ്പുറം അതുപോലെ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം ഇതിന് നേരിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതെ, സോ ഇത് EECP തെറപ്പിന്ന് പറയുന്നത്. സോ എൻഹാൻസ്ഡ് എക്സ്റ്റേണൽ കൗണ്ടർ പൾസേഷൻ തെറപ്പി, ஸோ அதர்வைஸ் நோன் ஆஸ் நேச்சுரல் பைபாஸ். இல்லை இந்த ட்ரீட்மெண்ட்டில் சர்ஜரி எதுவும் இல்லை. நோ சர்ஜரி, நோ பைபாஸ், நோ ஸ்டென்ட்டு. ஸோ இதில் கம்ப்ளீட்லி நேச்சுரல் மெத்தடில் ஹார்ட்டில் நியூ பிளட் வெசல்ஸ், அதை கொலாட்ரல்ஸ்னு சொல்லுவோம். கொலாட்ரல்ஸ்னால் ஆர்ட்ரியோ நியோஜெனிசிஸ்னு ஒரு ப்ராசஸ் ஹார்ட் மசில்ஸில் நடக்கும். அதில் புதிதாயிட்டு சிறியதாயிட்டு சின்ன 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 பிரான்ச்சஸ் ஹார்ட்டில் அந்த பிளாக்கு மேலே நிறைய க்ரியேட் ஆகும். அப்போ அதில் ஆல்ரெடி ரெடியூஸ்டு இப்போ பிளாக் இருக்கிறப்போ பிளட்டு போகாதுல்ல, அது இந்த நேச்சுரல் பைபாஸ் மூலிமா ரீசப்ளை ஆக ஆரம்பிச்சு. ஸோ இன்னொன்று கீலேஷன் ப்ரோட்டோக்கால் அப்படின்னு சொல்லுவோம். இது ஒரு அமெரிக்கன் மெத்தட் ஆஃப் ட்ரீட்மெண்ட்டு. இதில் மெக்னீஷியம் EDTA ஒரு மெடிசன் தான் இதில் யூஸ் பண்ணும். ஸோ அது இருக்கிற பிளாக்ஸ் இருக்கு இல்லையா, அந்த பிளாக்கை ரெடியூஸ் பண்ணும், சைஸ் குறைச்சிட்டே வரும். ஸோ அதில் மெக்னீஷியம் EDTA கீலேஷன் தெரப்பி செய்யும். പിന്നെ ഓസോൺ பண்ணும், ഹൈഡോസ് വൈറ്റമിൻ C തെറപ്പി ഉണ്ട്, പിന്നെ മൈറ്റോകൺട്രിയൽ ബൂസ്റ്റർന്ന് சொல்லிட்டு ஒரு சிகிச்சை. ஸோ இது எல்லாம் ஒருமிச்சு செய்யும். அப்போ அந்த பிளாக் எப்படி ஃபார்ம் ஆச்சோ அது ரிவர்ஸ் ஆகும். ஸோ ஒன்று நியூ பிளட் வெசல்ஸ் கிரியேட் செய்யும். இன்னொன்று இருக்கிற பிளாக் ஆல்ரெடி எக்ஸிஸ்டிங் பிளாக் ரிவர்ஸ் பண்ணும், ரெடியூஸும் பண்ணும். அந்த பிளாக் எப்படி ஃபார்ம் ஆச்சோ அதை ரிவர்ஸ் பண்ணும். ஸோ அதுதான் ഇവിടെ செய்கிற சிகிச்சை. இது நம்ம ஹாஸ்பிட்டல் ஆல்மோஸ்ட் 200 பெட்டட் ஹாஸ்பிட்டல். இதுல எந்த எமர்ஜென்சி எல்லாமே விட செய்யுது, மேஜரும் பண்ணுது. ஈவன் ஒரு சில பேஷண்ட்டுகளுக்கு இவிட நம்ம சிகிச்சை செய்யாம பറ്റില്ല. ஸோ அந்த மாதிரி பேஷண்ட்டுக்கு இவிட ஆஞ்சியோகிராம் செஞ்சுட்டு ஸ்டென்ட் அடிக்குது. ஆமாம், இவிட நிறைய ஆட்கள் வருது. இவிட இது நம்ம ஆல்மோஸ்ட் 25 வருடம் விட செஞ்சுட்டு இருக்கு ഈ சிகிச்சை. லாஸ்ட் 25 இயர்ஸா பண்ணிட்டு இருக்கேன். ஆமாம். ஸோ இதுக்கு முன்னாடி RS புரங்கிற ஒரு ஸ்தலத்தில் இருந்து அப்போ அது 25 பெட்டடான ஹாஸ்பிட்டல் தான். இது மல்டி ஸ்பெஷாலிட்டியா. സാറ് എങ്ങനെയുണ്ട്? വളരെ ഹാപ്പിയാ? സാറ് അവിടെ സ്ഥലത്തില് നാട്ടിൽ എങ്ങനെ വന്നത്? സാറ് എങ്ങനെ വന്നത്, എന്തവസ്ഥയിലാണ് വന്നത്? ഞാൻ തീരെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വെച്ചാൽ ബൈപ്പാസ് എന്നോട് ഡോക്ടർ പറഞ്ഞു, ബൈപ്പാസ് ചെയ്യാൻ മുടിയാതെ ആ കണ്ടീഷൻ്റെ അതിൻ്റെ വന്ന് 2 നാളേക്ക് തന്നെ ഹാപ്പി ആയി. വെരി ഗുഡ്, വെരി ഗുഡ് ആയി. ഇപ്പൊ ഇത് എത്ര ദിവസം ചികിത്സ? 15 ദിവസം ആச்சு. സാറ് ബെറ്റർ ഫീൽ പണ്ണുന്നത്?
ഫുള്ള് ബെറ്റർ ആയി. ഇപ്പൊ ഓരോ കാണുന്ന ഒരാളെ എനർജി ആയി. Full energy. ആദ്യം കുറച്ച് ഡെസ്പൈറ്റ് ഉണ്ടായി. ഹാപ്പി. ഇവിടെ നമ്മ സ്ഥലം സാർക്ക് പിടിച്ചെടുക്കാം. സ്ഥലവും ഇതെല്ലാം ഫുള്ള് ഡാക്ടർമാര് നഴ്സുമാര് இந்த இடத்துல ஹாஸ்பிட்டல் அந்த ஃபீலிங் கிடையாது. ഓക്കെ இந்த இடத்துல ஒரு ஃபேமிலி மாதிரி, വെരി ഗുഡ്. ഫാമിലി മാതിരി இந்த இடத்துல ഒരു പുറത്തുനിന്ന് ആരെടുത്തല്ല അതാ പറയുന്നത്. എല്ലാം അറിയാണ്ട് இந்த இடத்துல ஃபேமிலி ஆளாக்கிட்டு நான் கூப்பிட்டு சூப்பர். വേറെ ഏതാவது ഇൻഫർമേഷൻ വേണമെന്നാ സാറോட നമ്പർ തരാം. ഓക്കെ 94306115. ഇത് എന്നോട് നമ്പർ. ഞാൻ ഡോക്ടർ പ്രഭു, MD ഫിസിഷ്യൻ. ഓക്കെ താങ്ക്സ്. ഡോക്ടറോട് ട്രീറ്റ്മെൻറ്റ് രീതിയെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ റൂമിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഡോക്ടറിൽ നിന്ന് വാങ്ങിച്ച് അത് ചെയ്യുന്ന റൂമിലേക്ക് പോയെന്ന് കേട്ടോ. കാരണം ഇങ്ങനൊരു കാര്യം നമ്മളെ കേരളത്തിൽ ആർക്കും കൂടുതലായിട്ട് അറിയണ്ടാവില്ല. കൂടുതൽ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. അല്ലാതെ നമ്മുടെ കണ്ണൂരോ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഏരിയയിലുള്ള ആൾക്കാർക്കൊന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ബ്ലോക്ക് വന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പേടിയുള്ള ആൾക്കാരും ഓപ്പറേഷൻ ചെയ്യാണ്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഉപകാരപ്പെടുന്നു തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇത് അടുത്തതായി ട്രിപ്പ് കയറ്റുന്ന റൂമാണ്. ഇവിടെ ഫുള്ളും നല്ല അടിപൊളി സോഫ സെറ്റൊക്കെ ആയിട്ട് നല്ല കാമായിട്ട്, എന്താ പറയുക, ഒരു ഹോസ്പിറ്റലിനൊരു ഫീലേ ഇല്ല. വീട്ടിലൊരു സോഫ സെറ്റിൽ കാലം നീട്ടിയിരുന്ന TV ആണെന്നൊരു ഫീലാണ് എനിക്ക് അവിടെ തോന്നിയത്. അടിപൊളിയാണ്. ഈ വീഡിയോ കാണിച്ച 2 ചികിത്സാ രീതിയാണ് മെയിനായിട്ട് വരുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്നുള്ള ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഡോക്ടറുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അഥവാ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ ഡോക്ടർ പറയും ഇത് പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ചികിത്സിച്ച് സുഖമാവെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുള്ളൂ. അപ്പം ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. ആബിൻ്റെ ഏട്ടൻ്റെ അവസ്ഥ വളരെ മെച്ചപ്പെട്ടത് കണ്ടപ്പം അത് നിങ്ങളിലും കൂടി എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തതാണ്. അപ്പം ഇങ്ങനെ ഒരു ആക്റ്റീവായി നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ പേര് PGS ഹോസ്പിറ്റൽ എന്നാണ്. അപ്പം നമ്മൾ ട്രെയിനിൻ്റെ ടൈം ഏകദേശം അടുത്തപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ല കാറ്റാണ് കേട്ടോ. പുറത്ത് വന്നപ്പോൾ എന്താ കാറ്റെന്നറിയോ, ഒരു പ്രത്യേകതരം നല്ല തണുത്ത കാറ്റായിരുന്നു അവിടെ പുറത്ത്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലേക്ക് തിരിക്കുകയാണ്.